ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC നടത്തിയ +2 മെയിൻസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ മുതലായ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ ആണ്. അപ്പൊ ഈ കീ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നവോത്ഥാന ഭാഗത്ത് നിന്നും കുറച്ച് ചോദ്യങ്ങളും അതുപോലെ ഇംഗ്ലീഷ്, മലയാളം ഈ ഭാഗത്ത് നിന്ന് പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ PSC ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളത്തിലും ഇപ്പോൾ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പുതിയ രീതിയിലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ ഫോം ഓഫ് അദ്വൈത preached by Vagbhadananda is known as. ആത്മവിദ്യ സംഘം സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ അദ്വൈത എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോം വാഗ്ഭടാനന്ദന്റെ രീതിയിൽ കൊണ്ടുവന്നതിനെ പറയുന്നതാണ് എന്ത്? ആത്മവിദ്യ. അൽ ഇസ്ലാം, ദ ജേർണൽ പബ്ലിഷ്ഡ് ബൈ വക്കം അബ്ദുൽ ഖാദർ മൗലവി വാസ് ഇൻ. അൽ ഇസ്ലാം എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിലുള്ള ജേർണലാണ്? ഇത് പബ്ലിഷ് ചെയ്തത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അറബി മലയാളം. അൽ ഇസ്ലാം എന്നുള്ളതിൽ തന്നെ AM, അറബി മലയാളം. അപ്പൊ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം സോഷ്യൽ സയൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അടങ്ങിയ ബുക്കാണ് ദ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര. ഇതില് 5 മുതൽ +2 വരെയുള്ള സോഷ്യൽ സയൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 5 മുതൽ 10 വരെ മലയാളത്തിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും +1 +2 ഇംഗ്ലീഷിലെ MCQസും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബുക്കിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ, മെയിനായിട്ടും 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് 100% യൂസ് ആവുന്ന ഒരു ബുക്കാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ബുക്ക് കൊറിയർ ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ദ ഫൗണ്ടർ സെക്രട്ടറി ഓഫ് തിരുവിതാംകൂർ ചേരമർ മഹാജന സഭ. തിരുവിതാംകൂർ ചേരമർ മഹാജന സഭയുടെ ഫൗണ്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ പാമ്പാടി ജോൺ ജോസഫിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് തിരുവിതാംകൂർ ചേരമർ മഹാജന സഭ. ദ പോയം ജാതിക്കുമ്മി വാസ് റിട്ടൺ ബൈ. ജാതിക്കുമ്മി എഴുതിയത് ആരാണ്? റിപ്പീറ്റിംഗ് ചോദ്യം, പണ്ഡിറ്റ് KP കറുപ്പൻ. ദ ലീഡർ ഓഫ് ബ്രഹ്മസമാജ് ഇൻ കാലിക്കറ്റ്. കോഴിക്കോടില് ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലൻ. The social reformer who made a drastic call to burn temples as the easiest way to wipe out superstitions. അതായത് അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക, അല്ലെങ്കിൽ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. കല്ലുമാല agitation is associated with. കല്ലുമാല സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. Who described Kerala as a paradise of fools where everyone was happy in his ignorance, in his superstition and his age-long social bondage. ഇങ്ങനെ പറഞ്ഞത് ആരാണ് കേരളത്തെ പറ്റി? വിവേകാനന്ദനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? വിവേകാനന്ദൻ. The Brennan School at Tellicherry started in 1862 under the auspices of. ബ്രണ്ണൻ സ്കൂള് സ്റ്റാർട്ട് ചെയ്തത് ഏത് മിഷണറിയാണ്? ഉത്തരം ബാസൽ മിഷൻ ആണ്. BEM. The revival of the art of Kathakali in Kerala in recent times was mainly due to the efforts of. ആരുടെ പ്രയത്നത്താലാണ് കഥകളി കേരളത്തില് ഡെവലപ്പ് ചെയ്ത് വന്നത്? വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ ഈ 10 ചോദ്യങ്ങളാണ് നവോത്ഥാനത്തിൽ നിന്നും ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ബാക്കി ഇവരുടെ സബ്ജക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം,
റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉത്തരം എഴുതുക. അപ്പോൾ പാസേജ് ഇതാണ്: ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് ഐ വാസ് വണ്ടറിംഗ് ഇഫ് ഐ ഷുഡ് ഗോ ടു പോണ്ട് ഫോർ എ സ്വിം when I saw a huge black cobra gliding out of a clump of cactus. At the same time, a mongoose emerged from the bushes and went straight for the cobra. Okay, ഇതാണ് പാസേജ്. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ചോദ്യം: Why did the speaker think of going to the pond? Felt drowsy. അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. I was feeling drowsy. അപ്പോൾ felt drowsy. Pick a word from the passage which means move out and become visible. Move out and become visible എന്നുള്ള മീനിങ് വരുന്ന ഒറ്റ വേർഡ് ഈ പാസേജിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എമേർജ് ആണ്. എമേർജ്. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിനോണിം ഫോർ ക്ലംബ്. ക്ലംബ് എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ്? തിക്കറ്റ്. തിക്കറ്റ് ആണ്. വേർ ഡിഡ് ദ കോബ്ര കം ഫ്രം? കോബ്ര എവിടെ നിന്നാണ് വന്നത്? From a clump of cactus. From a clump of cactus. Okay. അടുത്ത ചോദ്യം: Choose the idiom that completes the sentence meaningfully. Only a few contestants dash for the competition. ഏതാണ് ഇവിടെ വരുന്ന phrasal verb? ഉത്തരം turned up. Turned up. അപ്പോൾ turn up എന്നുള്ള വേർഡിന് മീനിങ് എന്താണ്? appear എന്നുള്ളതാണ്. appear. അടുത്ത ചോദ്യം: The film crew dash requesting the people to clear the field. Went on. Went on എന്ന് പറയുന്നത് go onന്റെ past ആണ്. go on എന്ന് വെച്ചാൽ എന്താണ്? Continue. അടുത്ത ചോദ്യം: Choose the correctly spelled word. ഓപ്പർച്യൂണിറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? OPPORTUNITY ആണ് ഓപ്പർച്യൂണിറ്റി. OPPORTUNITY. അടുത്ത ചോദ്യം: fill in the blanks with suitable article. This is a school for dash blind. This is a school for the blind. The blind. The train was going at 80 kilometers dash hour. അപ്പോൾ an hour എന്നാണ് പറയുന്നത്. An hour. Complete the sentence using appropriate preposition. The rule is applicable dash everyone. The rule is applicable to everyone. എല്ലാവർക്കും ബാധകമാണ്. There is some misunderstanding dash Mr. Lal and Mr. Roy. ഏതാണ്? Between. രണ്ട് പേരുടെ കാര്യം പറയുമ്പോൾ between ആണ് ചേർക്കുന്നത്. അടുത്ത ചോദ്യം: Complete the sentence using correct tense form. He dashed the bell for 5 minutes but no one opened the door. ഏതാ വരുന്നത്? Had been ringing. Had been ringing ആണ്. ഓപ്പൺഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആയതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഹാഡ് ബീൻ റിംഗിങ്. ബാക്കിയെല്ലാം എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. അടുത്തത്: വെൻ വി റീച്ച് ദ ബസ് സ്റ്റേഷൻ ദ ബസ് ഡാഷ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇതെന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ട് ആക്ഷൻസ് ഒരേ ടൈമിൽ പാസ്റ്റിൽ നടക്കുകയാണെങ്കിൽ ആദ്യം നടന്ന ആക്ഷൻ ഏതിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിൽ. നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞിരുന്നു. അപ്പം ബസ് പോയതാണ് ആദ്യം സംഭവിച്ചത്, അത് പാസ്റ്റ് പെർഫെക്റ്റിൽ. നമ്മൾ എത്തിയതാണ് രണ്ടാമത് സംഭവിച്ചത്, റീച്ച്ഡ്, അത് സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞു. അടുത്ത ചോദ്യം: ശ്രീലങ്ക ഡാഷ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ. ശ്രീലങ്ക ലൈസ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയാനുള്ളത്. അടുത്ത ചോദ്യം: unscramble the following sentence to make it meaningful. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മീനിങ് ഫുൾ ആയിട്ട് അൺസ്ക്രാമ്പിൾ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 2 ആണ്. ഇവിടെ നിങ്ങൾ തന്നിട്ടുണ്ട് സെഞ്ചുറി ഹിസ് ഡിസപ്പിയറൻസ് ഈസ് ഓഫ് ദ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അൺസോൾവ് മിസ്റ്ററീസ് 21st. അപ്പോൾ ഇതിനെ ഒന്ന് അൺസ്ക്രാമ്പിൾ ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെയാക്കാം? ഹിസ് ഡിസപ്പിയറൻസ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അൺസോൾവ് മിസ്റ്ററീസ് ഓഫ് ദ 21st century. അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം: Complete the sentence using relative clause. A firefighter is a person. A firefighter is a person who puts out fire. Convert the sentence into passive voice. Passive voice-ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. Our girls can win the match. Our girls can win the match-നെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് ആക്കുന്നത്? The match can be won by our girls.
ദ മാച്ച് ക്യാൻ ബി വൺ ബൈ അവർ ഗേൾസ്. അതാണ് പാസീവ് വോയിസ്. അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കാനാണ്. ഹി സെഡ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഫിലിം. ഹി സെഡ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഫിലിം. എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? ഹി സെഡ് ദാറ്റ് ഹി ഡിഡിൻ ലൈക്ക് ദ ഫിലിം. ഹി സെഡ് ദാറ്റ് ഹി ഡിഡിൻ ലൈക്ക് ദ ഫിലിം. ഓപ്ഷൻ 2 ആണ് ഉത്തരം. ഓക്കെ. അടുത്തത് ഹി സെഡ് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. ഹി സെഡ് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. ഇതിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഹി സെഡ് ദാറ്റ് ഹി കുഡ് ഡു ഇറ്റ് മൈസെൽഫ്. ക്യാൻ എന്താവും? കുഡ് ആവും. ഐ ഹി ആയിട്ട് മാറും. അടുത്ത പങ്ക്ച്വേറ്റ് ദ സെന്റൻസ് ആൻഡ് എഡിറ്റ് സ്യൂട്ടബിളി. വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കൊടുക്കുക? ഓപ്ഷൻ സി ആണ്. വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്! എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഇനി മലയാളം ചോദ്യങ്ങളാണ്. കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം കണ്ടെത്തുക. കോവിഡനന്തരം. കോവിഡനന്തരം ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. അടിവരയിട്ട പദത്തിന്റെ സമാന പദം കണ്ടെത്തുക. അടിവരയിട്ട പദം ദിശാബോധം എന്നതാണ്. അപ്പൊ ഇതിന് സമാനമായ പദം എന്താണ്? ലക്ഷ്യബോധം. ONV കുറുപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇരുവരും ഡാഷ് എന്ന് വിളിക്കാം. ഇരുവരെയും ഡാഷ് എന്ന് വിളിക്കാം. പുരസ്കൃതർ. പുരസ്കൃതർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിവരയിട്ട പദങ്ങളിൽ ശരിയായത് ഏത്? ശരിയായത് ഓപ്ഷൻ സി ആണ്. അതിഥി. അതിഥിയാണ്. ഇങ്ങനെയാണ് അതിഥി എന്ന് എഴുതാനുള്ളത്. താഴെ പറയുന്നവയിൽ ത്യാജ്യം എന്നതിന്റെ വിപരീത പദം ഏതാണ്? വിപരീത പദം ഗ്രാഹ്യം. ഗ്രാഹ്യം. പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമ എത്രയും അല്പകാല സ്ഥിതമോർക്ക നീ. ധനം എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഉത്തരം അർത്ഥം. അർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ധനം എന്നതാണ്. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പു നൽകുന്ന സ്നേഹത്തിന്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് ഴാങ് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബഹുവചന പ്രത്യയം ചേർന്ന പദം ഏതാണ്? ഉത്തരം തെറ്റുകുറ്റങ്ങൾ എന്നതാണ്. തെറ്റുകുറ്റങ്ങൾ. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ. ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ. അടിവരയിട്ട പദത്തിന്റെ എതിർലിംഗ പദം തിരഞ്ഞെടുക്കുക. കവി എന്നുള്ളതിന്റെ എതിർലിംഗ പദം എന്താണ്? കവയിത്രി. കവയിത്രി. അപ്പോ അങ്ങനെ ചോദിക്കാതെ ഒരു കവിതയുടെ വരികൾ തന്നിട്ട് എടുത്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. റിയോയിലും ടോക്കിയോയിലും വഴുതി മാറിയ സ്വർണത്തെ പാരീസ് ഒളിമ്പിക്സിലൂടെ വരുതിയിലാക്കുമെന്ന് PV സിന്ധു. അടിവരയിട്ട ഭാഗത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പദം തിരഞ്ഞെടുക്കുക. വരുതിയിലാക്കുക എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നത് നേടിയെടുക്കുക. നേടിയെടുക്കുമെന്ന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യം 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രയാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളാണ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്യം. വില്യം വേർഡ്സ്വർത്ത് വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. അടിവരയിട്ട ഭാഗത്തിന് യോജിച്ച് തിരഞ്ഞെടുക്കുക. റൊമാൻറ്റിക് പോയറ്റ് എന്നതിന്റെ തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. കാൽപ്പനിക കവി. കാൽപ്പനിക കവി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യം ഓപ്ഷൻ ഡി ആണ്. ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ഇന്നലെ നടന്നു. ശരിയായ പദം തിരഞ്ഞെടുക്കുക. വിണ്ടലം. എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ ബി ആണ്. വിണ്ടലം. ഭാരതം ദർശിച്ച മഹാന്മാരായ മനീഷികളിൽ ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ. ഈ വാക്യത്തിൽ പൂജക ബഹുവചനം ചേർന്ന് വരുന്ന പദം ഏത്? ഏതാണ്? വിവേകാനന്ദ സ്വാമികൾ എന്നുള്ളതാണ്. ഓക്കെ. പരസ്പരം ചെണ്ട കൊട്ടിക്കുകയല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യേണ്ടത്. അടിവരയിട്ട പദത്തിന് യോജിച്ച് തിരഞ്ഞെടുക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആണ് ചോദിച്ചിരിക്കുന്നത്. കളിയാക്കുക എന്നുള്ളതാണ്. കളിയാക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സന്ധി വരുന്ന പദങ്ങൾ മാത്രം ഉൾപ്പെട്ട പട്ടിക ഏത്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഓപ്ഷൻ ബി ആണ്. ഒരേ സന്ധി. തലക്കെട്ട്, താമരക്കുളം,
പണിപ്പുര, തീക്കനൽ, ദ്വിത്വസന്ധിയാണ് വന്നിരിക്കുന്നത്. ദേശീയ പാതാ വികസനം, പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. ഇവിടെ പ്രധാനമന്ത്രി സ്വീകർത്താവാണ് എങ്കിൽ മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? പ്രേഷകൻ. പ്രേഷകനാണ്. അടുത്ത ചോദ്യം. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. ഡോക്ടർ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു കഥ വിവരിക്കുകയായിരുന്നു. ഒറ്റ വാക്യമായി മാറ്റി എഴുതുക. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? കോരൻ ചിന്തിച്ചു. ഇത് ഒറ്റ വാക്യമായിട്ട് എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും കോരൻ ചിന്തിച്ചു. അവസാനത്തെ ചോദ്യം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭവും നാശം വിതച്ച കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ഇതാണ് ശരിയായിട്ടുള്ള വാക്യം. ഓക്കെ, അപ്പൊ കുറച്ച് നല്ല ചോദ്യങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതി നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.